ഹലോ വെൽക്കം ബാക്ക് ടു എസ്സാസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഫഹേലുള്ള അൽകൂത്ത് ബീച്ചിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഈവനിങ് 5:30 ആയിട്ടുണ്ടായിരുന്നു പോയപ്പോൾ. അപ്പോൾ ഇത് റമദാൻ മാസം കൂടിയാണല്ലോ, അപ്പോൾ അവിടെ വെച്ചിട്ട് നോമ്പ് തുറക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അങ്ങനെയാണെന്നെങ്കിൽ ഫുഡ് കഴിക്കുകയും ചെയ്യുക, അതേപോലെ തന്നെ സൺസെറ്റൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ട് നോമ്പ് തുറക്കാൻ വിചാരിച്ചിട്ടാണ് ഈ ഒരു ടൈമിൽ ചൂസ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നത് കുറേ പേര് അങ്ങനെ നോമ്പ് തുറക്കാനായിട്ടൊക്കെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാണ്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഫ്രൈഡേ ആയിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല തിരക്കുമായിരുന്നു. എവിടെ നോക്കിയാലും ആൾക്കാരായിരുന്നു നോമ്പ് തുറക്കാനായിട്ട്. അതേപോലെ തന്നെ കുറേ പേര് നടക്കാനായിട്ടും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പേര് കുട്ടികളിനായിട്ട് കളിപ്പിക്കാനും, പിന്നെ ജസ്റ്റ് അവിടെ സൺസെറ്റിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് കാണാനും ഒക്കെ അവിടെ ആൾക്കാരായിരുന്നു. പിന്നെ അത് നല്ല ഭംഗിയായിരുന്നു ഒരു സൺസെറ്റ് ടൈമിൽ അവിടെ കാണാനായിട്ട്. പിന്നെ ഒരു സൈഡിലാണെങ്കിൽ ഫുൾ ബോട്ടൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. പിന്നെ ആ സൈഡിൽ കാണുന്ന അൽകൂത്ത് മോളാണ്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഫിഷ് മാർക്കറ്റും അതേപോലെ വെജിറ്റബിൾ മാർക്കറ്റും മീറ്റ് മാർക്കറ്റും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഫ്രഷായിട്ട് മീൻ പിടിക്കും, അതേപോലെ തന്നെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്ന ഒരു ഏരിയയും കൂടിയായിട്ടാണ് ഈ ഒരു ഏരിയ. ഫഹേലുള്ള ഒരു മാർക്കറ്റാണത്. തൽക്കാലം ഞങ്ങൾ ഫുഡ് ഐറ്റംസൊക്കെ എടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് വേറെ ലൊക്കേഷൻ മാറിയിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ ആൾക്കാരൊക്കെ ആക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവുമല്ലോ വിചാരിച്ചിട്ട് അവിടെ നിന്ന് മാറിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. മഗ്‌രിബ് ബാങ്ക് കൊടുത്തുനോക്കുമ്പോൾ ആദ്യം തന്നെ ഈത്തപ്പഴം കഴിച്ചിട്ട് നോമ്പ് തുറന്നിട്ടുണ്ട്. പിന്നെ കുടിക്കാനായിട്ട് നാരങ്ങ വെള്ളം കലക്കിയതാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിൽ കാണണമെന്നില്ല. പിന്നെ മെയിനായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പൊരിച്ച കടികളായിരുന്നു. സമൂസ, ചിക്കൻ റോള്, കട്ട്ലേറ്റ്, അതേപോലെ തന്നെ ഒരു ബർഗറും കൂടിയിട്ടാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. സാധാരണ നോമ്പിൻ്റെ ടൈമിലൊന്നും പൊരിച്ച കടികളൊന്നും ഉണ്ടാക്കാറില്ല, പക്ഷെ ഇന്ന് ഇങ്ങോട്ട് വരുന്ന കാരണം കൊണ്ട് പൊരിച്ച കടികളൊക്കെ ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ കഴിച്ചാൽ തന്നെ നമ്മളെ വയറൊക്കെ വേഗം ഫില്ലാവുമല്ലോ, അതുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. നോമ്പിൻ്റെ സമയത്ത് അധികം പൊരിച്ച കടികളൊന്നും കഴിക്കുന്നത് അത്ര നല്ലതല്ല ശരീരത്തിന്, അതുകൊണ്ട് തന്നെ കൂടുതലും ഒഴിവാക്കുകയാണ് ചെയ്യാറ്. പിന്നെ ബീഫ് ബർഗറാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിലൊരു എക്സ്ട്രാ എഗ്ഗും കൂടി പൊരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ടമ്മി ഫില്ലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉണ്ടാക്കിയത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നോമ്പ് തുറക്കുന്ന ടൈമിൽ അവിടെ വന്നൊരു കുവൈത്തി നമുക്ക് ഒരു പാക്കറ്റ് റൈസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുവൈത്തി ബിരിയാണി ടൈപ്പ് മോഡൽ ചോറാണ്, കുഴപ്പമൊന്നുമില്ല. അതിൽ തന്നെ കറിയൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു ടൈപ്പാണ്. അവരുടേതായിട്ടുള്ളൊരു ടേസ്റ്റാണ്, അടിപൊളിയായിരുന്നു. ചിക്കൻ്റെ ഒരു ബിരിയാണി ആയിരുന്നു അത്. നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പൂച്ചകൾ ഓരോന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ വേസ്റ്റൊക്കെ കഴിക്കാനാണെന്ന് തോന്നുന്നു. പിന്നെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ കൈ കഴുകാനായിട്ട് അവിടെ തൊട്ടടുത്തായിട്ട് തന്നെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ നിസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് അവിടെ നിന്ന് നോമ്പറന്നു. ഈ ഒരു ടൈം ആയപ്പോഴത്തേക്ക് നല്ല ഇരുട്ടായി വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ ലൈറ്റ് എഫക്റ്റൊക്കെ കൂടി ആക്കുമ്പോൾ അടിപൊളിയായിരുന്നു കാണാനായിട്ട്. അപ്പോൾ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ കയ്യിലുള്ള കുറച്ച് ഐറ്റംസും പാത്രങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നേരെ വണ്ടിയിൽ വെക്കാൻ പോവുകയാണ്. അതിന് ശേഷം വേണം നമുക്ക് ബീച്ച് ഏരിയയിലൊക്കെ ആയിട്ട് നടക്കാനായിട്ട്. മോൾക്കാണെങ്കിൽ മണ്ണിലൊക്കെ കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബീച്ച് ഏരിയയിലൊക്കെ പോകുമ്പോഴാണല്ലോ ഷൂ ഒക്കെ അയച്ച് കുറച്ച് നേരം മണ്ണിലൊക്കെ കളിക്കാൻ പറ്റുക. അപ്പോൾ അങ്ങനെ അവളെ അങ്ങനെ കളിപ്പിക്കാൻ വേണ്ടി ഇറക്കിക്കുകയാണ്. അടിപൊളി ഭംഗിയായിരുന്നു ആ ഒരു ടൈമിൽ കാണാനായിട്ട്. പിന്നെ മോൾക്ക് മണ്ണിൽ കളിച്ചിട്ട് തീരെ മതിയാവുന്നുണ്ടായിരുന്നില്ല. എത്ര വിളിച്ചിട്ടും ഇല്ല, ഇനിയും കളിക്കണം കളിക്കണം എന്ന് തന്നെ ആയിരുന്നു. ഷൂ ഒക്കെ ഊരിയിട്ടായിരുന്നു പിന്നെ കളിയൊക്കെ. അങ്ങനെ അടിപൊളിയായിട്ട് നോമ്പ് തുറക്കലും അതേപോലെ തന്നെ സൺസെറ്റും ബീച്ച് ഏരിയയും ഒക്കെ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത വീഡിയോയും കാണുന്നവരേക്കും ടാറ്റാ, ബൈ.